ഹലോ ഗായ്സ്, ഞങ്ങളിവിടെ അടുത്തുള്ളൊരു കോവിലാണ് കേട്ടോ, മുത്തരമ്മ കോവിൽ. അപ്പോൾ അവിടെ ഉത്സവമായതുകൊണ്ട് കാവടി ഘോഷയാത്രയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ മൈക്ക് സെറ്റും ലൈറ്റൊക്കെ ആയിരുന്നു കേട്ടോ പോയത്. പിള്ളേർക്ക് ഒടുക്കത്തെ ഡാൻസ് ആയിരുന്നു എന്ന് വേണം പറയാൻ. നല്ല പിള്ളേർ നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ടൊക്കെ ഒരുപാട് നല്ല സൗണ്ടിലുണ്ട് പാട്ടൊക്കെ ഇട്ടിരുന്നത്. പിന്നെ ചെണ്ടമേളം വന്നു കേട്ടോ. ചെണ്ടമേളത്തിൻ്റെ ഒരു കളി കാണുന്നുണ്ട്. ചെണ്ടമേളം കഴിഞ്ഞപ്പോഴത്തേക്കും വിവിധതരം കലാരൂപങ്ങളായിരുന്നു കേട്ടോ. ദേവിയുടെ രൂപങ്ങൾ, അങ്ങനെ കുറേ കലാരൂപങ്ങൾ വന്നു. അതിന് പുറകെ തന്നെ ഗണപതിയുടെ ഒരു കലാരൂപവും കൂടെ വന്നിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. അതുകഴിഞ്ഞ് വീണ്ടും ചെണ്ടമേളം വന്നിട്ട് അതിന് പുറകെ ഒരു തെയ്യമാണ് കേട്ടോ വന്നത്. 3 തെയ്യങ്ങളായിരുന്നു കേട്ടോ വന്നത്. ആ തെയ്യത്തിൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാകും. കാരണം നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ പേടിച്ചൊക്കെ ബാക്കിലോട്ട് കയറി, കാരണം തെയ്യത്തിന് കണ്ടിട്ടൊക്കെ പേടിച്ച് ബാക്കിലോട്ടൊക്കെ കയറി. അങ്ങനെ അവർ പോയപ്പോഴേക്കും നമ്മുടെ മുന്നിൽ കൂടെ നമ്മുടെ ഒരു രംഗച്ചേട്ടനൊക്കെ വന്നിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പുറകെ ജഗതി അങ്കിള് എനിക്ക് ഷേക്കാൻ്റെയൊക്കെ കൊടുത്തട്ടോ. അത് കഴിഞ്ഞ് സലീം കുമാറും പിന്നെ കുറേ കലാരൂപങ്ങളൊക്കെ വന്നിട്ടോ. അവർക്ക് കൈ ഷേക്കാനൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ മിസ്റ്റർ ബീനൊക്കെ പോയി അതുവഴി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങനെയുള്ള പൊക്കമുള്ള പിന്നെ നല്ല താഴ്ത്തുണ്ട് പിന്നെ. അപ്പം നല്ല രസമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ പൂക്കാവടി ആയിരുന്നു കേട്ടോ, ബീച്ചിൽ പൂക്കാവടി. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി സൂപ്പറാണ് കാണാൻ. നല്ല ലൈറ്റാണ്. അതിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോകുന്നത്. അത് കറങ്ങി നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അത് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വിളക്കീട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ ദേവിയുടെ പടം നടുക്ക് വരുന്നുണ്ട്. നടുക്ക് ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഇയാൾ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങും. നല്ല രസമാണ്. പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് അതിന് നല്ല രസമാണ് കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കിന് നല്ല രസമാണ്. അവിടെ കിടന്നും കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആളുകളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കാവടി ഘോഷയാത്ര വരുന്നത്. ഇതാണ് കാവടി നമ്മുടെ വാഴക്കൂടെ ശൂലം കുത്തി ഇറക്കുന്നതും. അങ്ങനെ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു. ഒക്കെ വാഴക്കൂടെ ശൂലൊക്കെ കുത്തി ഇറക്കിയത്. ഇങ്ങനെ നല്ല രസമാണ് കാണാൻ. പക്ഷെ അവർക്ക് നല്ല വേദന കാണില്ലേ, നല്ല രസമുണ്ടായിരുന്നു. വാഴക്കൂടെയൊക്കെ ഉണ്ട് ശൂലം കുത്തിയത്. കുറേ പേര് ദേവി ശരീരത്തിൽ കയറിയിട്ട് കുറേ പേര് കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നു. ഭയങ്കര തുള്ളായിരുന്നു. ഈ ചേട്ടൻ നന്നായിട്ട് കറക്കുന്നുണ്ടായിരുന്നു.